എത്ര നന്മകൾ ചെയ്തവൻ മറക്കല്ലേ ഒരു നാളും മനമേ. എത്ര നന്മകൾ ചെയ്തവൻ മറക്കല്ലേ ഒരു നാളും മനമേ. എണ്ണി എണ്ണി സ്തുതിപ്പിൻ, എല്ലാ നാമം സ്തുതിപ്പിൻ, നന്ദിയോടെ നല്ലവന് സ്തുതിപ്പിൻ. എണ്ണി എണ്ണി സ്തുതിപ്പിൻ, എല്ലാ നാമം സ്തുതിപ്പിൻ, നന്ദിയോടെ നല്ലവന് സ്തുതിപ്പിൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 3-ാം വാക്യം. ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠൻ എന്ന് എണ്ണിക്കൊള്ളുവീൻ എന്നുള്ള വചനമാണ് ഈ വാക്യത്തിൻ്റെ 1-ാം ഭാഗത്ത് ഓർപ്പിക്കുന്നത്. നാം ചെയ്യുന്ന പ്രവൃത്തി എങ്ങനെയായിരിക്കണം, നാം ചെയ്യുന്ന പ്രവൃത്തി എങ്ങനെ ആകരുത് എന്നതിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന വാക്കുകളാണ്. ശാഠ്യത്താലും ദുരഭിമാനത്താലും പല ആളുകളും ചിലത് ചെയ്തെടുക്കുവാൻ പരിശ്രമിക്കുന്നു. അത് അവർക്ക് പ്രയോജനപ്രദമാകുന്നില്ല എന്നുള്ള വാക്കുകളാണ് തിരുവചനത്തിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ആഹാബും ഏലിയാവും തമ്മിലുണ്ടായ പ്രശ്നങ്ങളുടെ മുമ്പിൽ ദേശത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നത് ആഹാബിൻ്റെ ഒരു നിലനിൽപ്പിൻ്റെ പ്രശ്നമാകൊണ്ട് യാഗം കഴിക്കേണ്ടതിന് ആളുകളെ കൊണ്ടുവരികയും അവളുടെ വിജയത്തിനു വേണ്ടി അവരാവോളം പരിശ്രമിക്കുകയും ചെയ്തെങ്കിലും ശാഠ്യത്താലും ദുരഭിമാനത്താലുമുള്ള പ്രവൃത്തികൾ നിമിത്തം ദൈവം അത് നീതിയായി കണക്കിട്ടില്ലെന്നും ഓർപ്പിക്കുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ പ്രാർത്ഥിപ്പാനായി ദേവാലയത്തിലേക്ക് കടന്നുപോയ ഒരു ചുങ്കക്കാരനും ഒരു പരീശനുമുണ്ട്. പരീശൻ മറ്റുള്ളവനേക്കാൾ ശ്രേഷ്ഠനാകേണ്ടതിനു വേണ്ടി ശാഠ്യത്തോടും ദുരഭിമാനത്തോടും കൂടി പ്രാർത്ഥന കഴിച്ചു. ആ പ്രാർത്ഥനയും ദൈവം നീതിയായി കണക്കിട്ടില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്നാൽ താഴ്മയോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽപ്പാനായിട്ട് ആഗ്രഹിക്കുന്ന ഹാബേലിനെ നാം നോക്കുമ്പോൾ തൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിക്കുവാൻ കാരണം തൻ്റെ സഹോദരനേക്കാൾ താൻ ശ്രേഷ്ഠനാകുവാൻ ആഗ്രഹിച്ചിരുന്നില്ല എന്നുള്ളതാണ്. ചുങ്കക്കാരൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഒരു മറുപടി തരുവാൻ കാരണം ചുങ്കക്കാരൻ ശാഠ്യത്താലോടും ദുരഭിമാനത്തോടും കൂടിയ പ്രാർത്ഥനയല്ല കഴിപ്പാനിടയായത്. ഏലിയാവിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടായതും അതേ തലത്തിൽ തന്നെയാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും തക്കത് പ്രാപിക്കേണ്ടതിന് നാം ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപാകെ വെളിപ്പെടേണ്ടി വരും എന്നതാണ്. വെളിപ്പാട് പുസ്തകത്തിലും പറയുന്നു, നമ്മുടെ പ്രവൃത്തി നമ്മെ പിന്തുടരും എന്നോർപ്പിക്കുന്നുണ്ട്. നാം ചെയ്യുന്നതായ പ്രവൃത്തികളൊന്നും നിർബന്ധത്താലോ ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ചെയ്ത് അത് ദൈവത്തിങ്കിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കാത്ത ഒരനുഭവമായി തീരാതെ നാം താഴ്മയോടും വിനയത്തോടും ദൈവകൃപയോടും നമ്മുടെ പ്രവൃത്തികൾ ചെയ്യുവാനും അങ്ങനെ ദൈവത്താൽ അനുഗ്രഹങ്ങൾ അനുഭവിക്കുന്നവരായി നാം തീരുവാനും നമ്മെ തന്നെ ഓരോ ദിനങ്ങൾ സമർപ്പിക്കുന്നവരും അങ്ങനെ ദൈവിക നന്മകൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നവരുമായി തീരുവാൻ നമുക്ക് നമ്മെ സമർപ്പിക്കാം. അതിന് എന്നെ കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ദൈവകൃപ നൽകട്ടെ. കരുണയുള്ള ദൈവമേ, സ്വർഗസ്ഥ കർത്താവേ, ഞങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ
ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ചെയ്യുവാനായിട്ട് ശാഠ്യത്താലും ദുരഭിമാനത്താലും ചെയ്യാതെ താഴ്മയോടും വിനയത്തോടും കൂടി ഞങ്ങളുടെ പ്രവൃത്തികൾ ചെയ്യുവാൻ, അത് ദൈവിക നന്മയ്ക്ക് കാരണമായി തീരുവാൻ കാരണമാക്കി തീർക്കണം. ഈ ദൈവവചന ചിന്ത കേൾക്കുന്ന എല്ലാവരെയും അതിനായി ഒരുക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ.